സോ പാർട്ട് 1 എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റിംഗ് സെക്ഷൻ പറഞ്ഞിരുന്നു. A to Z എവിടുന്ന് വേണമെങ്കിലും ഇത്ര ഒരു ലെറ്റർ തൊട്ട് ഇന്ന ലെറ്റർ വരെ എഴുതാനുള്ള സീക്വൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ, ഇനി സെക്കൻഡ് ഒരു മോഡൽ എന്ന് പറയുന്നത് വവൽസ് ആൻഡ് കോൺസണൻസ് അവർക്ക് എന്തുമാത്രം തറവായി എന്നുള്ളത് അറിയാനാണ്. അപ്പോൾ വവൽസ് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അവർക്ക് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം വവൽസ് ആൻഡ് കോൺസണൻസ് പറയുമ്പം A to Z ലെറ്റേഴ്സിൽ 5 letters are known as vowels. ഇവരെ വവൽസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ജനറൽ ആയിട്ട്. ഇപ്പോൾ UKG അത്ര ഉള്ള ഒരു നോളജ് മതി നമുക്ക്. ഇനി പിന്നെ നമ്മൾ അടുത്ത ഇതിലോട്ട് പോകുമ്പോഴാണ് Y എന്ന് പറയുന്ന ലെറ്ററും ഇടയ്ക്ക് വവലായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിപ്പോൾ UKG ഇപ്പം ഇവർക്ക് കറണ്ട് സിലബസിലില്ല. അവർക്ക് ഇപ്പം ജസ്റ്റ് ഈ 5 വവൽ സൗണ്ട്സ് പഠിക്കുക. A, A, E, O, അമ്പർലയുടെ A. ഓക്കെ, A, A, E, O. അപ്പോൾ ആ സൗണ്ടുകൾ അവർ അറിഞ്ഞിരിക്കണം. പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ B, A, T, bat. സർക്കിൾ ദ വവൽ എന്ന് പറയുമ്പോൾ വവൽ സർക്കിൾ ചെയ്യണം. അത് വവൽ ഐഡൻറ്റിഫൈ, ഒരു വേർഡിനകത്ത് വവൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ എക്സസൈസ് ഐഡൻറ്റിഫൈ ദ വവൽ ആൻഡ് സർക്കിൾ ഇട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ബിൻ എന്ന് പറയുമ്പോൾ ഈ ബിന്നിനകത്ത് ഈ സൗണ്ടാണ് വവൽ, ബാക്കി ബിയും എന്നും എന്താണ്, കോൺസണൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇപ്പുറത്ത് വന്നിരിക്കുന്ന ബാക്കി ABC AEIOU മാറ്റി കഴിഞ്ഞിട്ടുള്ള BCDFG തൊട്ട് Z വരെയുള്ള ലെറ്റേഴ്സ് എന്താണ്, കോൺസണൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കോൺസണൻസ്. ഓക്കെ, വവൽസ് ആൻഡ് കോൺസണൻസ്. സോ ദേ ഷുഡ് ഓറലി വാട്ട് ആർ ദ വവൽസ് എന്ന് ചോദിച്ചാൽ AEIOU പറയാൻ അറിഞ്ഞിരിക്കണം. കോൺസണൻസ് ബാക്കി ലെറ്റേഴ്സ് B, C, D, F, G, H, J, K, L, M, N, P, Q, R, S, T, V, W, X, Y, Z അല്ലേ. അപ്പോൾ ഇത്രയും കോൺസണൻസ് ആണ്. ഓക്കെ, സോ അതൊന്നുകൂടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു ചാർട്ട് ചെറിയൊരു A4 സൈസ് പേപ്പറിൽ ഇങ്ങനെയൊക്കെ എഴുതി അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കോൺസെപ്റ്റ് അവർക്ക് കിട്ടും. ബ, ക, ഡ, ഗ, ഹ, ജ, ക, പ, ക, സ്, ട്, വ, സ്, യ, സി. അപ്പോൾ ഇത്രയും സൗണ്ടുകൾ ഇടയ്ക്കിടയ്ക്ക് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ കോൺസണൻസും വവൽസും അവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വവൽസ് സർക്കിൾ ചെയ്യുക. ഒരു വേർഡ് അവർക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ബാഗ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വവൽസ് സർക്കിൾ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതായിരുന്നു അത് തന്നിരുന്നത്. കൂടാതെ പിക്ചേഴ്സ് തരും. ഇപ്പോൾ ബിന്നിൻ്റെയൊക്കെ പിക്ചർ കൊടുക്കും. ബിന്നിൻ്റെ പിക്ചർ കൊടുക്കുമ്പോൾ അതിനകത്ത് വവൽ സൗണ്ട്, ഓക്കെ, വവൽ സൗണ്ട് എടുത്തെഴുതാൻ അത്രയും ടഫായിട്ട് ചോദിക്കത്തില്ല. അവർക്ക് ജസ്റ്റ് ഇതുപോലെ വവൽസ് സർക്കിൾ ചെയ്യാനും കോൺസണൻസും ചോദിക്കും സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് നാളെ ഇനി വർക്ക്ഷീറ്റ്, സാറ്റർഡേ നാളെ അവരുടെ നോട്ട്ബുക്കിൽ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തു വിടുന്നുണ്ട്. കുറച്ച് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ വർക്ക്ഷീറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ക്രോസ് ദ പിക്ചേഴ്സ് ഹൂസ് നെയിംസ് ബിഗിൻ വിത്ത് എ വവൽ ലെറ്റർ. അതായത് ഇതിൽ പറയുന്നതിന് മുമ്പ് ഇന്നലെ തന്നിരുന്ന ഇത് ഐഡൻറ്റിഫൈ ദ വവൽസ് ചിലവർ അറിയാതെ ഈ വേർഡ്സ് സെപ്പറേറ്റ് എഴുതി പഠിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ മെയിൻ ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. ഐഡൻറ്റിഫൈ ദ വവൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു വാക്ക് കിട്ടിയാൽ അതിനകത്തെ വവൽ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ മഗ്. ഇതിനകത്ത് മഗ് എന്ന് പറയുന്ന വേർഡിനകത്ത് വവൽ ഏതാണ്? ഒരു കോൺസണൻ്റ് ആണ്, യു ആണ്. അപ്പോൾ യു മാത്രം സർക്കിൾ ചെയ്യുക.
ജി ഈസ് എ കോൺസണൻറ്റ്, അപ്പോൾ അത് സർക്കിൾ ചെയ്യേണ്ട, വവ്വൽ മാത്രം സർക്കിൾ ചെയ്യുക. ഓക്കെ, പോട്ട് എടുക്കുക. പ ഓ ട്ട്, പോട്ട്. പ ഈസ് എ കോൺസണൻറ്റ്, എ ഈസ് എ വവ്വൽ ആൻഡ് അഗെയിൻ കോൺസണൻറ്റ്. അപ്പോൾ ഈ വവ്വൽ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് നിബ്. ഇ ബ്, നിബ്. അപ്പോൾ എൻ ഈസ് എ കോൺസണൻറ്റ്, ഐ ഈസ് എ വവൽ ആൻഡ് അഗെയിൻ കോൺസണൻറ്റ്. സോ ഐ സർക്കിൾ ചെയ്യണം നിബിനകത്ത്. ഓക്കെ, ക്യാറ്റിനകത്ത് ഖ ആ ട്. ഖ ഈസ് എ കോൺസണൻറ്റ്, ആ ഈസ് എ വവൽ ആൻഡ് അഗെയിൻ കോൺസണൻറ്റ്. സോ ആ ഉള്ളു വവൽ, അപ്പം എ ഷുഡ് ബി സർക്കിൾഡ്. ഓക്കെ, ഇനി ഈഗിൾ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? എ ഗ ഈഗിൾ. ഇതിനകത്ത് ഉണ്ടോ? ഇത് വവ്വലാണ്, ഇത് വവ്വലാണ്, ഇത് കോൺസണൻ്റ് ആണ്. എൽ ഈസ് എ കോൺസണൻറ്റ്, അഗെയിൻ ഇ ഈസ് എ വവ്വൽ. അപ്പോൾ ഇതിനകത്ത് ഈ വവ്വൽസ് എല്ലാം എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? സർക്കിൾ. ഓക്കെ, വവ്വൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാൻ. മാൻ എന്ന് പറയുമ്പം man. Consonant, vowel, consonant. A is the vowel. So A സർക്കിൾ ചെയ്യണം. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ആൻസർ. ഇതുപോലെ പല വാക്കുകൾ നിങ്ങളുടെ പേര് തന്നെ എടുത്തെഴുതുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളുടെ പേര് ഓക്കെ ഷോൺ എന്ന് എഴുതാം. ഷ് ഓൺ, ഷോൺ. ഷോൺ, ദിസ് ഈസ് കോൺസണൻറ്റ്, ദിസ് ഈസ് അഗെയിൻ എ കോൺസണൻറ്റ്, ദിസ് ഈസ് എ വവൽ. കോൺസണൻറ്റ്, കോൺസണൻറ്റ്, ഒരു വവലേ ഉള്ളൂ അല്ലേ? സർക്കിളേറ്റ്. അപ്പോൾ അത് ഇങ്ങനെ ഓരോരുത്തരുടെ പേര് നിങ്ങൾക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ ആരുടെ പേരെ പറയാൻ പറ്റുന്ന? ശബരീഷ്, ശബരീഷ് ഉണ്ടോ? കറക്റ്റാണോന്ന് അറിയത്തില്ല, എങ്കിലും ഇതിനകത്തും കോൺസണൻ്റ് ആണ്. കോൺസണൻറ്റ്, ദിസ് ഈസ് അഗെയിൻ എ വവൽ. വവൽ, ഐ വവലാണ്, ആറ് കോൺസണൻ്റ് ആണ്, എസ് കോൺസണൻ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എ വവലുണ്ട്, ഐ വവലുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് വവൽസ് സർക്കിൾ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പപ്പയുടെ പേര്, മമ്മിയുടെ പേര് ഒക്കെ എഴുതിച്ച് അതിനകത്ത് വവൽസ് കൊണ്ട് സർക്കിൾ ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ വവൽ പെട്ടെന്ന് പഠിക്കും. ഓക്കെ, സോ അഗെയിൻ കമ്മിങ് ബാക്ക്, ആ, എ, ഇ, ഒ, ഉ. ദീസ് ആർ ദ 5 വവൽസ്. ബാക്കി എല്ലാം എന്താണ്? കോൺസണൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺസണൻസ് ഒക്കെ അറിയാൻ വേണ്ടിയും വവൽ വീണ്ടും ഒരു ഇതുണ്ട്. എന്താണ്? ക്രോസ്. ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ എക്സ് മാർക്ക് ഇടുക, അതിനെയാണ് ക്രോസ് എന്ന് പറയുന്നത് കേട്ടോ. ക്രോസ് ദ പിക്ചേഴ്സ് ഹൂസ് നെയിംസ് ബിഗിൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പിക്ചറായിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ കാണും. ഓക്കെ, ഇപ്പോൾ പിക്ചർ നമുക്ക് വരയ്ക്കാനുള്ള അവകാശം ഇല്ലാത്തതുകൊണ്ടാണ് ചില എക്സാമ്പിൾ വേർഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഡോൾഫിൻ്റെ ബിഗിൻ വിത്ത് എ വവൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിഗിൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുക, സ്റ്റാർട്ടിങ്, ഫസ്റ്റ് ലെറ്റർ മാത്രമേ ചോദിക്കുന്നുള്ളൂ, വേറൊന്നും ചോദിക്കുന്നില്ല, ഇടയ്ക്കത്തെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഒരു വേർഡ് കിട്ടിയാൽ അതിൻ്റെ ബിഗിനിങ് വവലാണെങ്കിൽ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഓൺ ദ ഫസ്റ്റ് വൺ. ഓക്കെ, ഡോൾഫിൻ എന്നുള്ള വേർഡ് നമുക്ക് നോക്കാം. സോ ഡോൾഫിൻ എന്ന് പറയുമ്പം ഡ, ഫസ്റ്റ് ലെറ്റർ ഡി, ഫസ്റ്റ് ലെറ്റർ മാത്രം നിങ്ങൾ നോക്കുക, ബിഗിനിങ് ലെറ്റർ മാത്രം, സൗണ്ട് മാത്രം നോക്കുക. സോ ഡ ഈസ് എ കോൺസണൻറ്റ്. സോ നമ്മൾ ക്രോസ് ചെയ്യണോ? വേണ്ട. ഹൂസ് നെയിംസ് ബിഗിൻ വിത്ത് എ വവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വവൽ ആണെങ്കിൽ മാത്രമേ ക്രോസ് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഡോൾഫിൻ വിട്ടേക്കുക, ഒന്നും ചെയ്യേണ്ട. ആ സർക്കിൾ അവിടെ അങ്ങ് ലീവ് ചെയ്തേക്കുക കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഹൈഫൺ ഇട്ട് വിട്ടേര്, ഒരു വരയിട്ടേരും. ഓക്കെ, നെക്സ്റ്റ് ഈഗിൾ. ഈഗിൾ എന്ന് പറയുമ്പം ഫസ്റ്റ് ലെറ്റർ ഇ ആണ്, ഇറ്റ്സ് എ വവലാണ് അല്ലേ? സോ അവിടെ നമ്മൾ ക്രോസ് വരയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് എയ്റോപ്ലെയിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഈസ് എ വവൽ. സോ അഗെയിൻ യു ഹാവ് ടു ക്രോസ്. ഇങ്ക് പോട്ടിൻ്റെ ഐ, ഈ സൗണ്ടാണ്, ഇറ്റ്സ് എ വവൽ. അഗെയിൻ യു ഹാവ് ടു ക്രോസ്. വവലാണെങ്കിൽ ക്രോസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് ബി ഈസ് എ കോൺസണൻറ്റ്. അപ്പോൾ ക്രോസ് ചെയ്യണോ? വേണ്ട. അഗെയിൻ ആരോ ഈസ് എ വവൽ. സോ എ ഈസ് എ വവൽ, സോ യു ഹാവ് ടു ക്രോസ് ആരോ. ലെമൺ എന്ന് പറയുമ്പം കോൺസണൻ്റ് ആണ്. സോ ക്രോസ് ചെയ്യണോ? വേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ പല വേർഡുകൾ തരും കേട്ടോ. ഇത് തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ ബോർഡായിരിക്കും, BO ബോർഡിൻ്റെ പിക്ചറായിരിക്കും തരുന്നത്. അപ്പം ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ സൗണ്ട് ചെയ്യണം. ബ എന്ന് പറയുന്നത് കോൺസണൻ്റ് ആണ്. സോ ക്രോസ് ചെയ്യണോ? യെസ് ഓർ നോ? നോ, വേണ്ട, ക്രോസ് ചെയ്യണ്ട. ഓക്കെ, ലീവ് ചെയ്താൽ മതി ആ സ്പേസ്. ഓക്കെ, അപ്പം അത് പ്രാക്ടീസ് ചെയ്യണം പല വാക്കുകൾ വെച്ച്. നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിനകത്ത് പിക്ചേഴ്സ് ഉണ്ടാവും. ബാഗിൻ്റെ പടമുണ്ട്, ബോർഡുണ്ട്, ജെറ്റുണ്ട്, കെനലുണ്ട്, അങ്ങനെ ഹില്ലുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി പിക്ചേഴ്സ് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിലുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതൊരു എക്സസൈസ് കൊടുക്കും. പിന്നെ ജോയിൻ ദ ലെറ്റേഴ്സ് ഓഫ് ഈച്ച് ബോക്സ് ടു ഫോം എ ന്യൂ വേർഡ്. അപ്പം ഇങ്ങനെ കുറച്ച് വാക്കുകൾ തന്നിരിക്കും. നടുക്ക് ഇതെല്ലാം വവൽസാണ്. പിന്നെ അതായത് CVC വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് വൺ നമുക്ക് ഡയറക്റ്റ് തന്നെ കിട്ടി. ബാഡ് അല്ലേ, ബാഡ് എഴുതാൻ പറ്റും. ഓക്കെ, ബാഡുണ്ട്. എനിക്കത് അവിടെ എഴുതാൻ കിട്ടുന്നില്ല, ഞാൻ താഴോട്ട് എഴുതുവാണ്. ബാഡുണ്ട്. നെക്സ്റ്റ് എന്ത് കിട്ടും? ഉണ്ട് അല്ലേ. അഗെയിൻ അപ്പോൾ സെക്കൻഡ് വേർഡ് കിട്ടി. നെക്സ്റ്റ് ബാറ്റുണ്ട്. തേർഡ് വേർഡ് ആയി കഴിഞ്ഞു. ഈസി. ഫാൻ ഉണ്ട്. നെക്സ്റ്റ് ഫാൻ ചെയ്തു. ഫാറ്റ് എന്ന് പറയുന്ന വേർഡുണ്ട്. ഹാഡുണ്ട് അല്ലേ. അങ്ങനെ വാക്കുകളും 3 ലെറ്റർ വേർഡ്സ് നോക്കുക. ലോഗ് നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ്, ലോഗ്. നെക്സ്റ്റ് അടുത്ത വാക്കെടുക്കാം, POT, പോട്ട്. അല്ല, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക. 3 ലെറ്റർ CVC വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നാളെ ഇത് കിട്ടുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ വേർഡ്സ് ജംബിളപ്പ് ചെയ്യാം കേട്ടോ. ഇത് തന്നെ ആയിരിക്കണം എന്നില്ല, വേറെ വേർഡ്സൊക്കെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക വേർഡ്സ്. നെക്സ്റ്റ് സർക്കിൾ ദ വേർഡ്. ഇതാ ഞാൻ പറഞ്ഞത് കണ്ടോ, കോൺസണൻ്റ് ആണ് ചോദിക്കുന്നത് കണ്ടോ. കോൺസണൻ്റ് ആണെങ്കിൽ സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എർത്ത് എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ്, അതായത് തുടങ്ങുന്നത് കോൺസണൻ്റ്. ഇത് വവ്വലാണ് അല്ലേ. അപ്പോൾ സർക്കിൾ ചെയ്യണോ? വേണ്ട. നെക്സ്റ്റ് വൺ ലീഫ്, L ഈസ് എ കോൺസണൻ്റ്, അതുകൊണ്ടാണ് ലീഫിനെ സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ഈസ് എ എന്താണ്, വവ്വലാണോ കോൺസണൻ്റ് ആണോ? കോൺസണൻ്റ് ആണ്. സോ യു ഹാവ് ടു സർക്കിൾ ഇറ്റ്. S കോൺസണൻ്റ് ആണോ? അതെ അല്ലേ. ഓക്കെ, വവൽസ് എന്ന് പറയുന്നത് AEIOU. അപ്പം M ഇതിനകത്തില്ല, അപ്പോൾ അത് കോൺസണൻ്റ് ആണ്. I ഇവിടെയുണ്ട്, അപ്പോൾ വവ്വല, സർക്കിൾ ചെയ്യേണ്ട. ക്വീനിൻ്റെ Q എന്ന് പറയുന്നത് വവ്വൽ തന്നെ, വവ്വലല്ല, കോൺസണൻ്റ് ആണ്. സോ യു ക്യാൻ സർക്കിൾ ഇറ്റ്. ഓക്കെ, ബാറ്റ്, യെസ്, എഗെയിൻ കോൺസണൻറ്റ്. അപ്പോൾ കോൺസണൻസ് ഇപ്പോൾ ഈ വാക്കുകളിൽ വേറെ വാക്കുകളൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് സാമ്പിൾ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ വരാൻ പോകുന്ന വർക്ക്ഷീറ്റ്സ് ഇതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഇന്ന് തന്നത്. ഇതുപോലെ നിങ്ങൾക്ക് തന്നെത്താനെ വാക്കുകൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യിക്കുക. അപ്പം ഇതൊരു പ്ലേ ആൻഡ് ലേൺ മെത്തേഡ് ആയതുകൊണ്ട് അല്ലേ, അവരൊരു ഗെയിം പോലെയല്ലേ ഇത്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. ഒട്ടും സ്ട്രെസ് ഔട്ട് ചെയ്യണം. മനസ്സിലാകുന്നതുകൊണ്ട് വേറെ വേറെ വാക്കുകളൊക്കെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അവർക്ക് ആ ക്വസ്റ്റ്യൻ്റെ മീനിങ് ഒന്ന് അണ്ടർസ്റ്റാൻഡബിൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും.
അതിലും നിങ്ങൾക്ക് പാരൻസിനും കൂടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.